മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ ഞാൻ ഈ കാണിക്കുന്ന സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതെല്ലാം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള 3 ഓപ്ഷൻസിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇനി അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിനെക്കുറിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് മൊബൈലിൽ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നാണ്. അതിന് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആദ്യത്തേതാണ് നമുക്ക് വേണ്ടത്, രണ്ടാമത്തേത് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ ഉള്ളതാണ്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ 3 ഓപ്ഷൻ സെറ്റും മുകളിൽ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ്. അതിനെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. ഇനി താഴെ നമുക്ക് 3 ഓപ്ഷൻസ് വേറെയും വന്നിട്ടുണ്ട്. തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക്, അതുപോലെ തന്നെ സിം ലോക്ക്. ആദ്യത്തേത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് മൊബൈലിൻ്റെ ലോക്ക് തുറന്നിട്ടായിരിക്കുമല്ലോ ഉണ്ടാകുക. അപ്പോൾ ആ സമയത്ത് ബലമായിട്ട് ആരെങ്കിലും പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഉടനെ മൊബൈൽ ലോക്കാകും. രണ്ടാമത്തേത് മൊബൈൽ അവർ എടുത്തിട്ട് നെറ്റ്വർക്ക്, അതായത് വൈഫൈയോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റയോ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മൊബൈൽ ലോക്കാകും. മൂന്നാമത്തേത് സിം അവർ ഊരിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും ലോക്കാകും. ഈ 3 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക, അതൊക്കെ നിങ്ങൾ ലോക്കിലിടുക. ഓക്കെ, രണ്ടാമത്തൊന്നും ഇവിടെ കൃത്യമായിട്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ലോക്കാകുന്നതാണെന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. മൂന്നാമത്തത് സിം ആരെങ്കിലും ഊരിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉടനെ ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ മൊബൈലിൽ ഇങ്ങനെ ഓണിലാണ് ഉള്ളത്, അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ മൊബൈലിൽ കൊടുത്ത പാസ്കോഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൊടുക്കാതെ അത് ഓഫ് ചെയ്യാൻ പോലും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻസും നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഓൺ ചെയ്ത് വെക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെതായ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നിങ്ങൾ പോവുക. അതിനുശേഷം ഇവിടെ എല്ലാം ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇവിടെ താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കും. ഇവിടെ നിങ്ങളുടെ ഫിംഗർ കൊടുത്താൽ മാത്രമേ ഇത് ഓൺ ആകുകയുള്ളൂ. കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ റിമോട്ട് ലോക്കാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഇതുപോലെ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഡിവൈസിൽ നിന്നും ഇത് ലോക്ക് ചെയ്യാൻ സാധിക്കും. അത് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഈ ഒരു അഡ്രസ്സ്, അതായത് മറ്റേതെങ്കിലും മൊബൈലിലോ കമ്പ്യൂട്ടറിലോ android.com/lock എന്ന ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ നഷ്ടപ്പെട്ട മൊബൈലിലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോക്ക് ഡിവൈസ് കൊടുത്താൽ ആ മൊബൈൽ റിമോട്ട് ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആ നമ്പറൊക്കെ, നിങ്ങളുടെ മൊബൈലിൻ്റെ നമ്പറൊക്കെ ഇവിടെ താഴെ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഫൈൻഡ് എറേസ് യുവർ ഡിവൈസ് എന്ന ഈ ഒരു ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇത് ഓൺ ചെയ്ത് വെക്കണം. കാരണം നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊരു ഡിവൈസിൽ നിങ്ങൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും, ഈ നഷ്ടപ്പെട്ട മൊബൈലിലുള്ള മെയിൽ ഐ ഡിയും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ നഷ്ടപ്പെട്ട മൊബൈലിലുള്ള എല്ലാ ഡാറ്റകളും ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ, എറേസ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്ത് വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, റിയൽമി, ഓപ്പോ, OnePlus പോലുള്ള മൊബൈലുകളിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ സെറ്റിംഗ്സ് ആ മൊബൈലുകളിലും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിൽ ആ ഓപ്ഷൻസ് വന്നിട്ടില്ല എങ്കിൽ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.